ഹായ് ഹലോ ഫ്രണ്ട്സ്, സൂപ്പർ കൺമണി സീരിയലിൻ്റെ ഒരു കിടിലൻ എപ്പിസോഡ് വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ ക്രഷ് ഓടിച്ചെന്നിട്ട് ആൻറ്റിയമ്മയോടായിട്ട് സംസാരിക്കുന്നുണ്ട്. ആൻറ്റിയമ്മേ, എന്ത് പണിയാണ് ആ മാനസ കാണിക്കുന്നത്? പെട്ടെന്ന് തന്നെ അവൾ റൂമിലേക്ക് വന്നു. അവളുടെ വിചാരം എൻ്റെ ഭാര്യയാണെന്നുള്ളതാണ്. ആ കണക്കിനാണ് അവൾ അവിടെ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അവൾക്ക് നല്ല തല്ലു കൊള്ളാത്തതിൻ്റെ പ്രശ്നം കൂടി കാണുന്നുണ്ട് ഞാനെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ആൻറ്റിയമ്മയോട്. ആൻറ്റിയമ്മ ഇത് പറഞ്ഞ് മനസ്സിലാക്കണ്ടേ? എടാ മോനിട്ടാ, നീ ഒരു കാര്യം മനസ്സിലാക്കണം. അവളാണെങ്കിലോ ഇപ്പോൾ അവളുടെ അമ്മയും കൂട്ടിയിട്ടാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. സുജും അതും അനിയൻകുട്ടനും ഇവിടെ ഇല്ലല്ലോ. അവർ വരണവരെ നീ അത് സഹിക്കേ, അത്രയല്ലേ പറ്റുള്ളൂ. അത് കഴിഞ്ഞിട്ട് ആൻറ്റിയമ്മ എന്താ വേണ്ടച്ച ചെയ്യാം. ഈ വിവരം പെട്ടെന്ന് തന്നെ നീ കൺമണിയെ താലി കെട്ടിയ വിവരം തന്നെ പെട്ടെന്ന് തന്നെ പറഞ്ഞാൽ അവൾ എന്തായാലും സാഗറിനെ അറിയിക്കും. അതോടുകൂടി കൃപയുമായിട്ടുള്ള ആ ചികിത്സയും കാര്യങ്ങളൊക്കെ ഇല്ലാണ്ടാവും. അതിനൊക്കെ അവസരം വെക്കണോ? കൃപയുടെ ചികിത്സയൊന്നും മുറ പോലെ നടക്കട്ടെ. അതിന് ശേഷം തന്നെ നമുക്ക് കാര്യങ്ങൾ അവതരിപ്പിച്ചാൽ പോരെ. അതുവരെ നീ അങ്ങ് ക്ഷമിക്കുക എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. കൃഷ്ണനെ പറ്റിക്കുകയാണ് ഒരു കണക്കിന് ആൻറ്റിയമ്മ ചെയ്യുന്നത്. പക്ഷേ കൃഷ്ണനാണെങ്കിലോ ആൻറ്റിയമ്മയെ നല്ല വിശ്വാസമാണ്. അതുകൊണ്ട് തന്നെ എല്ലാം മനസ്സിലാക്കുന്നുണ്ട്. നീ ഓഫീസിലേക്ക് പോകാനായിട്ട് നോക്ക്, ഞാൻ വേണ്ടതുപോലെ ചെയ്തോളാം, അവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ഞാൻ ശ്രമിച്ചോളാം എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് തന്നെയാണ് മാനസ അങ്ങോട്ട് വരുന്നത്. കൃഷി പോയ ഉടനെ തന്നെ മാനസയും കയറി വരുന്നു. അതിനുശേഷം തന്നെ എന്താ മനസ്സേ, നീ അവനെ എങ്ങനെ വട്ടം ഇട്ട് കറക്കിയോ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാൻ കുറച്ചൊക്കെ ഇടങ്ങാറാക്കുന്നുണ്ട് ആൻറ്റിയമ്മേ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൃഷ്ണനോട് എന്നോട് സ്നേഹം കൂടുതലായിട്ട് തോന്നണം. അവന് എന്നെ വിട്ട് പിരിയാൻ പറ്റാണ്ടാവണം. അതിന് വേണ്ടിയിട്ടാണ് ഓരോ കാര്യങ്ങൾ ഞാൻ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത്. പെണ്ണ് എന്താണെന്നുള്ളത് നീ അവനെ തെളിയിച്ചു കൊടുക്കുമെന്ന് പറയുന്നുണ്ട്. ഈ പെണ്ണ് എന്താണെന്നും മാനസ എന്താണെന്നുള്ളതും അതും ഞാൻ തെളിയിച്ചു കൊടുക്കും. കാരണം അവൻ ഞാനില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന കണക്കിനാക്കി വെക്കും ഞാൻ എന്നൊക്കെ പറയുന്നുണ്ട്. വേഗം ചെല്ല്, അവൻ കാറിൽ ഓഫീസിൽ പോകാനായിട്ട് നിൽക്കുന്നു, നീ കൂടെ ചെല്ലെന്ന് പറയുന്നു കേട്ടോ. ശരി ആൻറ്റിയമ്മ എന്ന് പറയുന്നു. അങ്ങനെ മാനസയുടെ അമ്മ അങ്ങോട്ട് വരുന്നു കേട്ടോ. അതിനുശേഷം തന്നെ അവർ രണ്ടുപേരും നല്ല സ്നേഹത്തിലാണല്ലോ എന്ന് പറയുന്നു. ആ സ്നേഹത്തിലാണ്, പക്ഷേ ഒന്നും കൂടി മുറുക്കാനുണ്ട് നമുക്കെന്ന് പറയുന്നു. അതെന്താ ചേച്ചിയമ്മ അങ്ങനെ പറഞ്ഞത്? ഇപ്പോഴത്തെ കാലമല്ലേ, നമ്മളത്തെ കാലം പോലെയൊന്നും അല്ലല്ലോ. ഓരോരോ കാര്യങ്ങൾ മനസ്സിൽ വരുന്നതല്ലേ. സ്നേഹം എന്നും ദൃഢമായിട്ടും തന്നെ നിൽക്കണം. അതിന് മാനസികം കൃഷും ഒരുമിച്ച് തന്നെ നിൽക്കണം. അതിനുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. അതാ ഞാൻ പറഞ്ഞതെന്ന് പറയുന്നു. അത് എനിക്ക് മനസ്സിലായി. ഇപ്പോഴത്തെ കാലം വല്ലാത്തൊരു കാലമാണ് ചേച്ചിയമ്മയെന്നും മാനസയുടെ അമ്മ പറയുന്നുണ്ട് കേട്ടോ. അതിനുശേഷം തന്നെ ഓഫീസിൽ കാണിക്കുന്നു. ലാലിയുടെ പടം വരച്ചിട്ട് അത് ദേവിജിക്ക് കൊടുക്കാം കേട്ടോ കൺമണി. അടിപൊളിയായിട്ടുണ്ട് കൺമണി, ഞാൻ പ്രതീക്ഷിച്ചതാണ്. അതിനേക്കാളും ഗംഭീരമായിട്ടുണ്ട് കൺമണിയുടെ ഈ ചിത്രം. ജീവനുള്ളത് പോലെയാണ് എനിക്ക് തോന്നുന്നത് എന്ന് പറയുന്നു. എന്തായാലും ഇത് ഒഫീഷ്യലൊന്നും അല്ലാത്തത് കൊണ്ട് കമ്പനി ഭാഗത്തുനിന്ന് കൺമണിക്ക് പ്രത്യുപകാരമായിട്ടൊന്നും തന്നെ ഉണ്ടാവില്ല. പക്ഷേ ഞാനൊരു സമ്മാനം കൺമണിക്ക് കരുതി വെച്ചിട്ടുണ്ടെന്ന് പറയുന്നു കേട്ടോ. എനിക്ക് സമ്മാനമൊന്നും വേണ്ട ദേവ്ജി, ഇത് ഒഫീഷ്യലാണെങ്കിലും അൺഒഫീഷ്യലാണെങ്കിലും സാറിന് വേണ്ടി ചെയ്യുന്നതിൽ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ എന്ന് പറയുന്നു കേട്ടോ. എന്തായാലും കൺമണി മിടുക്കിയാണ്. സംസാരം കൊണ്ടും പെരുമാറ്റം കൊണ്ടും ഒരു കലാകാരിയുടെ എല്ലാ ഗുണങ്ങളും കൺമണിക്കുണ്ട്. മിടുക്കിയാണെന്ന് പറയാം കേട്ടോ. പിന്നെ സാർ, എന്നാൽ ശരി കൺമണി എന്ന് പറയുമ്പോൾ, സാർ എനിക്കൊരു കാര്യം കൂടി സാറിനോട് പറയാനുണ്ട്. എന്താ കൺമണിക്ക് പറയാനുള്ളത്? ഞാൻ ഇന്ന് എൻ്റെ അവസാനത്തെ വരികയായിരിക്കും അലികയിൽ. ഞാൻ ഇനി നാളെ തൊട്ട് ഇങ്ങോട്ട് വരില്ല. തിങ്കളാഴ്ച എൻ്റെ കല്യാണം ഉറപ്പിച്ചിരിക്കുക, കല്യാണമാണെന്ന് പറയുന്നു. എന്താ കൺമണി പെട്ടെന്നൊരു കല്യാണത്തിൻ്റെ കാര്യങ്ങളൊക്കെ? അത് പെട്ടെന്നായി സാർ, കാരണം ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ എനിക്കൊരു മാർഗ്ഗമില്ല. എന്നെ വിവാഹം ചെയ്യാൻ പോകുന്ന ആൾക്ക് ഇങ്ങോട്ട് വരുന്നതിൽ ഒരു താല്പര്യമില്ല. അതുകൊണ്ടത് നിർത്തിയേ പറ്റൂ. കൺമണിക്ക് അയാളെ കല്യാണം കഴിക്കാൻ ഇഷ്ടമാണോ ചോദിക്കുന്നു. എനിക്കിഷ്ടമല്ല സാർ, പക്ഷേ വീട്ടുകാരുടെ നിർബന്ധത്തിൽ ഞാൻ പെട്ടുപോയതാണെന്ന് പറയാം കേട്ടോ ചെയ്യുന്നത്. അതിന് നമുക്ക് സ്റ്റേഷനിൽ പോയിട്ട് ഒരു പരാതി കൊടുക്കാം. അത് എന്തായാലും ഒരു കല്യാണം കഴിക്കുമ്പോൾ അത് ചെക്കൻ്റെയും പെണ്ണിനെയും അത്രമേൽ ഇഷ്ടപ്പെട്ടിട്ട് മാത്രം കല്യാണം കഴിക്കാൻ പാടുള്ളൂ. കാരണം അത് ജീവിതകാലം മുഴുവൻ നിൽക്കേണ്ട ഒരു കാര്യമാണ്. അത് കൺമണിക്ക് മനസ്സിലായോ എന്ന് ചോദിക്കുന്നുണ്ട്. അതെനിക്ക് അറിയാൻ പറ്റുന്നുണ്ട് സാർ, പക്ഷേ എൻ്റെ നിവർത്തികേട് കൊണ്ടാണ്. അല്ലാത്ത പക്ഷം എല്ലാം നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയിലാണ് കാണുന്നത്. ഇനിയിപ്പോൾ CA ആണെങ്കിലോ അനിരുദ്ധൻ സാറാണ് വന്നിരിക്കുന്നത്. കണ്ണമ്മമ്മയുടെ ആണെങ്കിൽ പോവുകയും ചെയ്തു. എല്ലാം കൊണ്ടും എന്നെ കുടുക്കിയിരിക്കുകയാണ് വരുൺ. ഇത് എനിക്ക് ചെയ്തേ പറ്റുള്ളൂ എന്ന് പറയുന്നു. വിഷമിക്കേണ്ട കൺമണി, ഞാനൊന്ന് ആലോചിക്കട്ടെ. കൺമണിയെ രക്ഷിക്കാൻ പറ്റുമോ എന്നുള്ളത്. കൺമണിയെ രക്ഷിക്കാൻ ദേവദൂതനെ പോലെ ഒരാൾ വരുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. കൺമണി നല്ലൊരു മനസ്സിൻ്റെ ഉടമയാണ്, അതുകൊണ്ടാണെന്ന് പറയുന്നു. വിഷമിക്കില്ലേ. അങ്ങനെ കൃഷ്ണ അങ്ങോട്ട് വരുന്നു കേട്ടോ. കൺമണിയുടെ ക്യാബിൽ നോക്കുമ്പോൾ അവിടെ കൺമണിയില്ല. ഇവളെവിടെ പോയി? വന്നിട്ടില്ലേ എന്നറിയാൻ വേണ്ടി ഫോൺ ചെയ്ത് നോക്കുമ്പോൾ ഫോൺ റിങ് ചെയ്യുന്നുണ്ട് കേട്ടോ.
ആൾ ഇവിടെ തന്നെ ഉണ്ടല്ലോ എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം തന്നെ കൺമണിയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. എന്ത് പറ്റി കൺമണി, മൂഡ് ഓഫ് ആയിട്ട് ഇരിക്കുന്നുണ്ടല്ലോ, ധനലക്ഷ്മി എന്തെങ്കിലും നിന്നെ പറഞ്ഞു എന്ന് ചോദിക്കുന്നുണ്ട്. അതൊന്നും അല്ല സാർ എന്ന് പറയുന്നു. കൺമണി കരയാൻ തുടങ്ങുന്നു. കൺമണി, നീ എന്തിനാ കരയുന്നത്? ആ വരുൺ വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു. തിങ്കളാഴ്ച കല്യാണമാണ് സാർ. മാത്രമല്ല കല്യാണ വസ്ത്രങ്ങളടക്കം എല്ലാം എടുത്തു. കല്യാണത്തിൻ്റെ ഒരു പ്രതീതിയാണ് വീട്ടിൽ മൊത്തം. എനിക്കൊന്നും ചെയ്യാനായിട്ട് ഇനി പറ്റില്ല സാർ എന്ന് പറയുന്നു. അവനോട് ഞാൻ പറഞ്ഞതൊന്നും മനസ്സിലായില്ല അവന്. ഇനി അവന് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? എൻ്റെ പെണ്ണിനെ തന്നെ അവന് വേണമെന്നാണ് ആ വാശിയെന്ന് പറയുന്നു. അവൻ എല്ലാം കൊണ്ടും ഒരു പ്രശ്നത്തിലാണ് നിൽക്കുന്നത്. മാത്രമല്ല അവൻ ആരുരുദ്ധ കൂടെ കൂട്ടിയിട്ടുണ്ട്. കണ്ണമ്മ പോയതോടുകൂടി CI അയക്കുന്ന അവൻ. അതുകൊണ്ട് തന്നെ ഇനി ആ ഒരു പക്ഷത്തും നമുക്ക് ഒരു രക്ഷയുള്ള സാർ. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. ഞാൻ ആകെ പെട്ടുപോയിരിക്കുകയാണ് സാർ എന്ന് പറയുന്നു. അങ്ങനെ എൻ്റെ പെണ്ണിനെ ആരും ഞാൻ വിട്ടുകൊടുക്കില്ല, അത് ഉറപ്പാണ്. എനിക്ക് നിന്നെ വേണം, നിന്നെ മാത്രം വേണം. എനിക്ക് കമ്പനിയോ സ്വത്തോ പ്രതാപമോ പേരോ ഒന്നും തന്നെ വേണ്ട. നീ എൻ്റെ കൂടെ ഉണ്ടായാൽ മാത്രം മതി. എൻ്റെ സ്വത്തിനെ ഞാൻ ഒരാൾക്കും ഞാൻ വിട്ടുകൊടുക്കില്ല എന്നും കൃഷി കൺമണിയോട് പറയുന്നു കേട്ടോ. ഞാൻ അവനെ ഒന്ന് വിളിക്കട്ടെ? വേണ്ട സാർ, അതിൻ്റെ ആവശ്യമല്ല എന്ന് പറയുന്നു. തീർച്ചയായും വേണം, ഞാൻ അവനെ വിളിച്ചിട്ടുണ്ട് സംസാരിക്കട്ടെ എന്ന് പറയുന്നു. അങ്ങനെ വരുണിനെ വിളിക്കുന്നു കേട്ടോ. ആവശ്യം തന്നെ ഞാൻ കൃഷാണെന്ന് പറയുന്നു. എന്താ നിനക്ക് ആവശ്യം? 1 മണിക്കൂറിനകം എനിക്ക് നിന്നെ കാണണമെന്ന് പറയുന്നു കേട്ടോ. എനിക്ക് നിന്നെ കാണാൻ തീരെ താല്പര്യമില്ലെങ്കിലോ എന്ന് പറയുന്നുണ്ട്. നീ എന്നെ കാണാൻ വന്നിട്ടുണ്ടെങ്കിൽ നിനക്ക് എന്താ വിധിച്ചിട്ടുള്ളത് ഞാൻ തരും എന്നൊക്കെ പറയുന്നുണ്ട്. വരുണാണെങ്കിലോ ആ പഴയ കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ട്, അടി കൊള്ളണ കാര്യങ്ങളൊക്കെ. അപ്പോഴത്തേനും 1 മണിക്കൂറിനുള്ളിൽ ഞാൻ വിളിക്കും, ഇവിടെ വരണ്ടെന്ന് അവിടേക്ക് തന്നെ വന്നിരിക്കണം എന്ന് പറയുന്നു. എൻ്റെ പെണ്ണിനെ ഞാൻ നിന്നെ വിട്ടു തരില്ല വരുൺ എന്ന രീതിയിലും കൃഷി പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ വരുൺ പേടിക്കുന്നുണ്ട്. അതിനുശേഷം തന്നെ കൺമണിയോട് പറയുന്നുണ്ട്, ഇനി പേടിക്കേണ്ട, ഞാനില്ലേ കൂടെ. അവനെ ഞോട് കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ മനസ്സിലാക്കിക്കും, അല്ലെങ്കിൽ അവനെ ഞാൻ ശരിയാക്കും. എൻ്റെ സ്വത്തിനെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. എനിക്ക് ജീവനുള്ളിടത്തോളം കാലം എൻ്റെ ജീവനും സ്വത്തും എല്ലാം നീയാണെന്ന് പറഞ്ഞ് അങ്ങനെ ചേർത്ത് പിടിക്കാട്ടോ കൺമണിയെ ചെയ്യുന്നത്. വിഷമിക്കാണ്ടിരിക്കുക, എല്ലാം ശരിയാവുമെന്ന് പറയുന്നു. അതിനുശേഷം തന്നെ വരുണാണെങ്കിലോ ആ ഒരു അനിരുദ്ധൻ സാറിനെ വിളിക്കുന്നുണ്ട്. സർ, എന്നെ 1 മണിക്കൂർ കൃഷി കാണാനായിട്ട് പറയുന്നുണ്ട്. അവൻ എവിടേക്കാണ് വരേണ്ടതെന്നുള്ളത് പറയുമെന്നാണ് പറഞ്ഞത്. എനിക്ക് ടെൻഷനുണ്ട് എന്ന് പറയുന്നു. നിങ്ങൾ പോകണം, ഞാനുണ്ടാവും കൂടെ എന്ന് പറയാട്ടോ ചെയ്യുന്നത്. അവൻ ചില്ലറക്കാരനല്ല, അവൻ എന്നെ ഒരിക്കൽ അടിച്ചൊതുക്കിയവനാണെന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഒരു പേടിയും പേടിക്കണ്ട ഞാനുള്ളപ്പോൾ, അതുകൊണ്ട് തന്നെ ഇനി ടെൻഷൻ ആവേണ്ട കാര്യമൊന്നുമില്ല, അങ്ങോട്ട് തന്നെ ചെല്ല് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ വരുണ് ധൈര്യമാവുന്നു. പിന്നെ ബലരാമനെ അതുപോലെ തന്നെ ഭാഗ്യശ്രീയാണ് കാണിക്കുന്നത് ജയിലിൽ. ഭാഗ്യശ്രീ ബലരാമനെ കാണാനായിട്ട് വരുന്നു. ഏട്ടൻ എന്തൊക്കെയാണ് പറയുന്നത്? ഞാൻ ഇതൊന്നും വിശ്വസിക്കുന്ന കാര്യമില്ല. അമ്മയെ വിശ്വസിക്കേണ്ട ഏട്ടൻ ഇത്രയും മേൽ ചതിച്ചത് അമ്മ തന്നെയാണ്. മോളെ, അമ്മയെക്കുറിച്ച് ഇങ്ങനെയൊന്നും പറയാൻ പാടില്ല. അമ്മയല്ലേ എന്നെ വളർത്തി വലുതാക്കി. എവിടെയോ ഉപേക്ഷിച്ച് പോയ എൻ്റെ സ്വന്തം അച്ഛനും അമ്മയ്ക്കും പോലും ഇല്ലല്ലോ ഇത്രയും സ്നേഹം എന്നോട്. നിൻ്റെ അമ്മയ്ക്ക് മാത്രമല്ലേ എന്ന് പറയുന്നു. ആ അമ്മ എന്ത് പറഞ്ഞാലും ഞാനതനുസരിക്കും. ഇല്ല ഏട്ടാ, അമ്മയെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല. പിന്നെ ആ ഒരു ക്രിമിനൽ ലോയർ, അയാളെ വിശ്വസിക്കരുത്. ഏട്ടനെ ജാമ്യത്തിൽ ഞാൻ ഇറക്കും എന്ന് പറയുന്നു. അയാൾ പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കരുത്, ഈ ഒരു ക്രിമിനൽ ആണ് ഇദ്ദേഹം എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ധനലക്ഷ്മി. അതിനുശേഷം തന്നെ ഭാഗ്യശ്രീ, അതിനുശേഷം തന്നെ ബലരാമൻ, ഞാൻ ഏട്ടനെ കുറച്ച് ഫുഡ് കൊടുക്കുന്നുണ്ട് കഴിക്കാൻ, ഇവിടെ അത് കഴിക്കാൻ പറ്റില്ല മോളെ. അപ്പോഴത്തേനും അവിടെ നിന്ന് കോൺസ്റ്റബിൾ വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, ഏട്ടൻ ഞാൻ ഫുഡ് കൊടുക്കട്ടെ? പെട്ടെന്ന് വേണം, എന്നാൽ ഞാൻ കൊടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഭാഗ്യശ്രീ ബലരാമന് ഫുഡ് വാരി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷം കഴിയുന്നത്. നാളത്തെ നല്ലൊരു പ്രമോ വിശേഷമായിട്ട് വീണ്ടും കാണാം.